വേദനകളാണ്. ഉമ്മ വന്നിട്ട് പറയാ, മകൻ അടുക്കാണ്, വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങളെ മകനോ? അതേ 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ച എന്റെ മകന് ചിരിക്കടിക്കാണ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് കാക്കട്ടെ. പക്ഷെ എന്തിനാ തല്ലിയത് വെച്ചാണ്. അപ്പൊ മരുവളെ കൂട്ടിയിട്ട് വീട്ടിൽ പോയി. അതുകൊണ്ട് പറ്റുള്ള കാക്കട്ടെ. മക്കളത് തരാതെ ഒരു ഉമ്മ വന്നിട്ട് പറയാ, മരിക്കാതെ ഓർക്കണേ തങ്ങളെ. 50 വയസ്സ് പ്രായമുള്ളൊരു ഉമ്മ വന്നിട്ട് പറയാണ്, ഒന്ന് മരിക്കാൻ ദ്വാ ചെയ്യണേ. ഞാൻ ചെന്ത ഉമ്മ, നിങ്ങളെ പ്രശ്നം? എന്റെ ഇവിടെ ഒരു മുഴ വന്നു, ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർമാര് പറഞ്ഞു ക്യാൻസറാണ്. ഞാൻ ഒരുപാട് സങ്കടത്തോടെ എന്റെ മകനോട് പോയിട്ട് പറഞ്ഞടാ, മോനെ ഉമ്മാക്ക് ക്യാൻസറാണ്. ചോദിക്കൽ തള്ളേങ്ങളെപ്പോഴാ മരിച്ച മക്കളത് തരാതെ ഒരാളെ മുന്നിലും ചെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനൊരു നേരത്തെ മരുന്നിന് യാചിക്കേണ്ട ഒരവസ്ഥ നമ്മൾ തരാതെ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വിഷമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നു പോയിട്ടു. എനിക്ക് ഉമ്മല്ല, നിങ്ങളെ ഞാൻ നോക്കും. എനിക്ക് വാപ്പല്ല, ഞാൻ നോക്കും. എന്നാലും വേണ്ടില്ല. ഞാൻ അതിനൊക്കെ ഒരു ബിൽഡിങ് വാങ്ങിച്ചിട്ട് ആരും വിഷമില്ല. നിങ്ങളൊന്നും സങ്കടപ്പെടരുത്. നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ ഒരു കുട്ടിൻ്റെ തന്നെ പറഞ്ഞു. എനിക്ക് തിന്നാൻ തരുള്ള പൈസക്കെന്നെ കേട്ടോ. അള്ളാഹു എന്താ ചെയ്യുക, അള്ളാഹു നല്ല കൽബൊക്കെ കൊടുക്കട്ടെ. ഒരു വയസ്സൊരു ഉമ്മൻ്റെ അടുക്ക് 2 ആഴ്ച മുമ്പ് വന്നിട്ടോ, ഞാനിപ്പോൾ നിൽക്കട്ടെ മോനെ ചോദിച്ചു. എങ്ങനെ ഞാൻ നിർത്തുക? കുടുംബക്കാരൊക്കെ ഞങ്ങൾ ആരെങ്കിലും കൂട്ടിയിട്ട് വരിക, മക്കളൊക്കെ പറയുന്നത്. അള്ളാഹു ഈ പുക്കള് എന്ന് പറഞ്ഞ സാധനം കണ്ടിക്കണം. നിങ്ങൾ പുക്കൾ ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടുണ്ടോ പുക്കള്? അതിന്റെ ചരിത്രം അറിഞ്ഞാൽ, അതിനെന്താണ് ചരിത്രം നിങ്ങൾക്കറിയോ? പുക്കളിന്റെ ചരിത്രം അറിഞ്ഞാൽ ഒരു മാതാവിന് ഒരു മക്കള് വേദന. എന്റെ ഉമ്മ നിങ്ങൾക്കൊക്കെ അറിയല്ലേ? എന്റെ ഉമ്മ മൗലാനി എന്റെ ഉമ്മാന്റെ മൂക്കില് വാരിട്ട് തരുമ്പോ എന്നോട് പറഞ്ഞിട്ട് ഖബറ് കുളിക്കാനുള്ള ഏർപ്പാടുണ്ടായിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, എന്റെ അമ്മാനെ ഇങ്ങനെ മൂക്കിൽ വാരുന്നു. മരിക്കുമ്പോൾ ഞങ്ങളെ മക്കളെ മുന്നിൽ മരിച്ചു. ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ കൊടുന്നു. എന്നിട്ട് എന്റെ മോര് കൊല്ലം ജീവിച്ചു. നമ്മളെ അമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹം ഒരു കൊല്ലം നമ്മൾ ജീവിച്ചു. അള്ളാഹുവിന്റെ ഉമ്മാന്റെ ഖബർ വിശാലാക്കട്ടെ. എന്റെ മൂത്തമ്മാന്റെ ഖബറിനെ വിശാലാക്കട്ടെ. എന്നെ സ്നേഹിച്ച നൂറെ ഹബീബിന്റെ ഒത്തിരി ഉമ്മമാരുണ്ട്. ഇപ്പൊ ഞാനിന്ന് ലൈവില് പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഈ ലൈവില് ഞാൻ മറന്നുപോയതാ. ഒരു ഉമ്മാക്ക് ഇന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ പൂവിത്താത്തല്ല, അതായത് നമ്മൾ സ്ഥലം ഇവിടെ തിരൂര്, താനൂര്, അവിടെ താനൂര്, ആ നാട്ടിലാണ്. ആ ഉമ്മ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് എനിക്കെന്റെ കുട്ടിനെ കൊടക്കാട് പോയിട്ടൊന്ന് കാണണം. ആ മകള് എന്റെ ഓർമ്മ സുബൈക്ക് പൊട്ടി കരഞ്ഞു. ഞാനത് ലൈവില് മറന്നു പോയതാ, നാളെ പറയണം. ആ ഉമ്മ മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് എന്റെ കുട്ടിനെ കൊടക്കാടുന്ന് പോയിട്ട് കാണണം, അതിന് മക്കൾ വഴി ഉണ്ടാക്കി തന്നെന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച അമ്മനെ അവിടെ കൊണ്ടിരുന്നു. മിനിങ്ങാന്ന് മരിച്ചു. ഖബറുള്ള വിശാല. ആ മകൾ പറഞ്ഞ് കരയ. അതൊക്കെ കേൾക്കുമ്പോ സങ്കടം. ആ മൊബൈലിന് മുന്നിൽ നിന്നിട്ട് എന്നോട് വർത്താനം പറയിച്ചത്. ഒരു ആൾക്കും കൊടുക്കാത്ത നേമത്തള്ളി നോക്കുക. ഞാന് എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരുപാട് ഉമ്മമാര്, ഒരുപാട് പെങ്ങന്മാര്. നിങ്ങൾക്ക് ദ്വാക്കളുണ്ടാവും. ഞാൻ എന്റെ ഊണിൽ ഉറക്കലും എന്റെ ഡോക്ടർമാർ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു, തങ്ങളുടെ ഉറക്ക പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എന്നെ ഈ നിലയെത്തിച്ചിട്ട് ഒരുപാട് ഉമ്മമാർ ഓർക്കാൻ ദ്വാരക്കണ്ടേ. അള്ളാനെ മറക്കാൻ പറ്റുമോ? നിങ്ങളൊരു ദിവസം 7 മണിക്കൂർ ഉറങ്ങൽ നിർബന്ധമാണ്. ഞാൻ മരിച്ച കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ മരിച്ചെനിക്ക് ദ്വാരക്കാൻ ഇഷ്ടംപോലെ ആളുകൾ. അള്ളാഹു എന്ന സ്നേഹബന്ധം എനിക്കത് മാത്രമേ ഉള്ളൂ, വേറൊന്നും എനിക്കില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുമ്പോ എന്നെ ആകെ ഒരു 30 ഈ കാണുന്ന കാഴ്ചയുള്ളൂ. ഞാൻ ഓരോ മണിക്കൂർ കുടുംബം നിർത്തി ഇങ്ങനെ വരും. മുന്നേ ഒരു 3 മിനിറ്റ് ഈ കാണുന്നതേ ഉള്ളൂ. എന്റെ റൂമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 30 സെക്കൻഡാ. അവിടെ ഈ സ്നേഹം ഉണ്ടാവില്ല. എനിക്കറിയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. 3 സ്വലാത്തുൽ ഫാത്തിഹയുടെ ദുആ ചെയ്യാം. അള്ളാഹു എല്ലാവർക്കും. അപ്പൊ ഈ ഇവിടെ വന്നിട്ട്
കുട്ടിനെടുക്കണം, അമ്മക്ക് ഒരു സീറ്റ് കൊടുത്ത. നിങ്ങൾ അതൊക്കെ പഠിക്കണം. ആദ്യം അതവ് പഠിക്കണം, വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരെ ആദരിക്കണം. മക്കളെ കെടുത്ത് നിൽക്കുമ്പോ മൂസിമോനെ അറിയില്ല, എന്റെ തോളത്ത് നിന്ന് കുറ്റപ്പന്നെ കണ്ടറിയില്ല, ഇപ്പൊ ഞാൻ നോക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യാഴാഴ്ച ദിവസം ഇവിടെ വെച്ച് ദുആ ചെയ്തു അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊടക്കാട് പോയിട്ട് എന്റെ കുട്ടിനെ ഒന്ന് കാണണം. കണ്ട ഞായറാഴ്ച കണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞ പുറപ്പ് ആ ഉമ്മാനെ വിളിച്ചു. പിന്നെ കാണാനുള്ള ആ ഒരു എന്നും നിലനിർത്തട്ടെ. ആ മകളൊന്ന് സുഖിക്കും. ഞാൻ മറന്നു, നാളെ ഇവര് പറയണത് ഏറ്റവും ആഗ്രഹിച്ച കുട്ടിനെ കാണാൻ കണ്ടു. 2-3 ദിവസം കൊണ്ട് റൂഹിനെ പിടിച്ചു. അള്ളാഹു ഖബറ് വിശാലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ഇവിടെ കിട്ടുന്ന സമയം നിങ്ങൾ വെറുതെ ചെലവാക്കരുത്. ഇത് റഹ്മത്തിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന സ്ഥലമാണ്. ഇത് ബറക്കത്തിന്റെ സ്ഥലമാണ്. ഇത് നിഅമത്തിന്റെ സ്ഥലമാണ്. കോടാനക്കോടി സ്വലാത്ത് ചെല്ലുന്ന സ്ഥലമാണ്. ആയിരക്കണക്കിന് ആളുകളെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്ന വീടിന്റെ മുറപ്പടിയാണ്. ഒരുപാട് യതീമക്കളെ കൈയെ പിടിച്ച് നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഒരുപാട് തീമക്കളെ വീട് തുറക്കാൻ വേണ്ടി തക്ബീർ ചൊല്ലി പോകുന്ന സ്ഥലമാണ്. ഒരുപാട് തീമക്കൾക്ക് പൈസ തരുന്ന, സ്വർണം തരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാർ സദാസമയം പുറന്നിറങ്ങുന്ന സ്ഥലമാണ്. ഈ വീട്ടിൽ അടുപ്പ് കരാറില്ല, ഇവിടുത്തെ അടുപ്പ് കരാറില്ല. ഇവിടുത്തെ ജനങ്ങള് ഒഴിവാകാറില്ല. രണ്ടും അല്ലാഹു ഒന്നും അത് തന്നെ നിലനിർത്തട്ടെ. ഒത്തിരി ദൂരത്ത് നിന്ന് വന്നവരുണ്ട്. ഇപ്പൊ കാസർഗോഡ് നിന്ന് ഉമ്മ വന്നു. പാവം ഒരു 60 വയസ്സിന്റെ മേലുണ്ടാവുന്നുണ്ട്. 4 മക്കളുണ്ട്. 3 മക്കളും കല്ലുടിക്കൊണ്ട് നോക്കൂല. ഇത്ര സങ്കടം ഉണ്ടാവും. എന്നാൽ കാസർഗോഡ് നിന്ന് വന്നത് എന്താ? എന്റെ കുട്ടിന്റെ അത് പോയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടി അല്ലാഹു ആ മക്കൾ അല്ലാഹു നന്നാക്കട്ടെ. ഇത്ര വയസ്സ്, ഇത്ര വർഷം, ഇത്ര 8-9 മണിക്കൂർ മക്കൾക്ക് അല്ലാഹു നല്ല കൽബ് കൊടുക്കട്ടെ. ഒരുപാട് ഉമ്മമാരുടെ അല്ലാഹു നല്ല കൽബ് അല്ലാഹു കൊടുക്കട്ടെ. ഒരുപാട് പ്രത്യേക മക്കളെ സഹായിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരൊക്കെ അല്ലാഹു വൃത്തിയാക്കട്ടെ. പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന ഈ നാണയത്തുട്ടുകളെ പൈസകളൊക്കെ പൊരുത്തപ്പെട്ടിട്ട് തരണം. മനസ്സിലായില്ലേ? നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റൂല. ദുആയിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അങ്ങനെ ആരെങ്കിലും ശരിട്ടോ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ല. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ ആവേശത്തോട് ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് അവന്റെ രോഗമല്ല ശിഫയാക്കി കൊടുക്കട്ടെ. അവന്റെ രോഗമല്ല ശിഫയാക്കട്ടെ. ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണേ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.